പ്രസ് ഗ്രൂപ്പുമായി ചേരുന്നത് സുജിത് ചന്ദ്രനാണ്. സുജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് ഇന്നത്തെ പത്രത്തിൽ നിന്നുള്ള വാർത്തകൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പത്രത്തിലും ഉള്ളത്. പക്ഷേ ഒന്നാമത്തെ വാർത്തയായി മിക്ക പത്രങ്ങളും കൊടുത്തിരിക്കുന്നത് ഇന്നലത്തെ ഒരു ഹൈക്കോടതി വിധിയാണ്. അതായത് ഈ ആശുപത്രികൾ ചികിത്സ നിഷേധിക്കാൻ പാടില്ല പണമില്ലാത്തതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് ഓരോ പത്രങ്ങളായിട്ട് നമുക്ക് നോക്കിയാൽ ഇപ്പോൾ മനോരമയുടെ ഇന്നത്തെ അതായത് കണ്ടില്ലേ, ഈ അവരുടെ ഒരു പരസ്യം, അവരുടെ തന്നെ പരസ്യമാണ്. സാംസ്കാരികോത്സവം ഹോർത്തൂസ് തുടങ്ങുകയാണല്ലോ. അതിങ്ങനെ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വിൻഡോ തുറക്കുന്ന പോലെയൊക്കെയാണ് ഒന്നാമത്തെ പേജ്. കണ്ടപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, സാധാരണ കാണാത്ത പോലത്തെ ഒരു പരസ്യത്തോടെയാണ് ഒന്നാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ എന്നൊരു വാർത്ത കാണുന്നു. അഭ്യൂഹങ്ങളെ തുടർന്ന് ജയിലിന് മുന്നിൽ സംഘർഷം. മുൻ ക്രിക്കറ്റ് താരമാണ്, പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു മാസമായി കാണാനില്ല എന്നുള്ളതാണ്. ഇന്നലെ ജയിലിൻ്റെ പുറത്ത് വലിയ സംഘർഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ, തെഹ്രീക്ക് ഇൻസാഫ് പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുമൊക്കെ അവിടെ എത്തി. സഹോദരിമാരെ പോലീസ് കൈകാര്യം ചെയ്തു. ആദിയാല ജയിലിൽ തടവിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം. ഇമ്രാൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്നും മൃതദേഹം മാറ്റിയെന്നും അഫ്ഗാനിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും ചില സാമൂഹിക മാധ്യമങ്ങളിലാണ് ആദ്യം വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണമായിട്ടില്ല. ഇന്നലെ നമ്മളും വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇമ്രാൻഖാനെ കാണാനായി സഹോദരിമാരായ അലീമ ഖാൻ, ഡോക്ടർ ഉസ്മ ഖാൻ, നൊറിൻ നിയാസി എന്നിവർ റാവൽപിണ്ടി ആദിയാല ജയിലിന് പുറത്ത് കാത്തു നിൽക്കുന്നു. ഇവരെ പോലീസ് മാൻ ഹാൻഡിൽ ചെയ്തു, കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ക്രിക്കറ്റ് താരമെന്ന നിലയിലും രാഷ്ട്രീയക്കാരനെന്ന നിലയിലും പരിചയമുള്ള ഇമ്രാൻഖാൻ്റെ ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ഇന്നത്തെ പകലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആശുപത്രികളോട് ഹൈക്കോടതി, പണമല്ല ജീവനാണ് പ്രധാനം എന്ന വാർത്ത ഒന്നാമത്തെ വാർത്തയായി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ കൊടുത്തിരിക്കുന്നു. ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളിലും, മലയാള പത്രങ്ങളിലും ഈ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാണ്. പണം നൽകാത്തതിൻ്റെ പേരിൽ ആദ്യ ചികിത്സ നിഷേധിക്കരുത്. അതായത് കൊണ്ടുവരുമ്പോൾ ഉടനെ പണമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആവരുത് ചികിത്സ നൽകേണ്ടത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമം, സർക്കാർ പാസ്സാക്കിയ നിയമം കർശനമായി പാലിക്കാൻ ആണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഇത് പാലിക്കണമെന്നുള്ള സർക്കാർ ഉത്തരവ് പാലിക്കണമെന്നുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനും IMA സംസ്ഥാന ഘടകവും ഹോസ്പിറ്റൽ ബോർഡ് ഓഫ് ഇന്ത്യയും നൽകിയ അപ്പീൽ തള്ളുകയാണ് കോടതി. കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതാണ്, ശ്രദ്ധിക്കേണ്ടതാണിത്. റിസപ്ഷൻ അഡ്മിഷൻ ഡെസ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിലും സേവനങ്ങളുടെ പട്ടികയും ചികിത്സാ നിരക്കുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി പ്രദർശിപ്പിക്കണം. ആശുപത്രിയിൽ പരാതി സ്വീകരിക്കാൻ ഗ്രീവൻസ് ഡെസ്ക് വേണം. 7 ദിവസത്തിനകം തീർപ്പാക്കിയില്ലെങ്കിൽ ജില്ലാ രജിസ്ട്രിംഗ് അതോറിറ്റിക്കോ DMOയ്ക്കോ കൈമാറണം എന്ന് തുടങ്ങി ഡിസ്ചാർജ് സമ്മറിക്കൊപ്പം ECG, എക്സ്റേ, CT സ്കാൻ റിപ്പോർട്ടുകൾ അടക്കം നൽകണം. ബെഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ആംബുലൻസ് തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ നൽകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിയിലെ ചികിത്സാ നിരക്ക് റിസപ്ഷനിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി പ്രദർശിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. മനോരമയുടെ മറ്റു വാർത്തകളിലേക്ക് പോയാൽ 6ാമത്തെ പേജിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ലൈംഗിക പീഡന ആരോപണം. സുധാകരൻ്റെ നിലപാട് തള്ളി, രാഹുലിനെ പാർട്ടി പ്രതിരോധിക്കില്ല. ന്യൂസ് മലയാളം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിൻ്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. ഇരയായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ വാർത്ത വീണ്ടും മാധ്യമങ്ങൾ ശ്രദ്ധയിൽ വന്നത്. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത യോഗത്തിൽ കെ സുധാകരൻ പങ്കെടുത്തിരുന്നു എന്ന് രമേശ് പറഞ്ഞു. ഇന്നലെ കെ സുധാകരൻ ഈ രാഹുലിനെ അനുകൂലിച്ച് എത്തിയിരുന്നല്ലോ. അതിനുള്ള മറുപടിയാണ് ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുത്തില്ലെന്ന കെ സുധാകരൻ്റെ പരാമർശം പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തള്ളി. രാഹുലിനെ KPCC പ്രസിഡന്റാണ് സസ്പെൻഡ് ചെയ്തതെന്നും സുധാകരൻ അടക്കമുള്ളവർ ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇപ്പോൾ ഈ രാഹുലിൻ്റെ ഭാഗത്ത്, മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത്, ചെന്നിത്തലയും ഭാഗത്ത് ഉള്ളത് ആകെ സുധാകരൻ മാത്രമാണ്. KC മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹവും പിന്മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. VD സതീശനടക്കം രമേശ് ചെന്നിത്തലയടക്കം ഒക്കെ നേതൃത്വം അപ്പാടെ എതിർഭാഗത്ത് നിൽക്കുമ്പോഴും രാഹുൽ ശക്തനായ അവിടെ പ്രചാരണം തുടരുകയാണ്. ശക്തനായ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ശക്തിയോടുകൂടി അല്ലെങ്കിൽ ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രചാരണം തുടരുന്നു എന്നുള്ളത് വേറെ കാര്യം.
മനോരമയുടെ മറ്റൊരു വാർത്ത, നാട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് പ്രാദേശികമായിട്ടുള്ള വാർത്തകളുടെ വൈവിധ്യങ്ങൾ തേടിയാണ് എല്ലാ പത്രങ്ങളുടെയും ശ്രമം. അതിൽ വളരെ കൗതുകകരമായിട്ടുള്ള വാർത്തകളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. കേരള കോൺഗ്രസിൻ്റെ ചിഹ്നം ഓട്ടോയുടെ സൈഡ് മാറി, ബാലറ്റ് തിരിച്ചു വിളിച്ചു എന്നൊരു വാർത്തയുന്നുണ്ട്. ഓട്ടോറിക്ഷയുടെ സൈഡ് മാറിപ്പോയി, അവരുടെ ചിഹ്നം ഓട്ടോറിക്ഷയാണല്ലോ, നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ സൈഡ് ആംഗിളിൽ നിന്നുള്ള ചിഹ്നമാണ്, ഈ ചിത്രമാണ് ചിഹ്നമായി വരേണ്ടത്. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാണ് അനുവദിച്ചത്. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അച്ചടിക്കാനായി നൽകിയ ചിഹ്നം ഓട്ടോറിക്ഷയുടെ മുൻഭാഗം കാണുന്ന നിലയിലായിരുന്നു. അങ്ങനെ ആ ബാലറ്റ് പിൻവലിച്ചു എന്ന ഒരു കൗതുക വാർത്ത അതിൽ നിന്ന് വരുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് പോയാൽ, മാതൃഭൂമി ഇന്ന് ജാക്കറ്റ് അടക്കമായിട്ടാണ് വന്നിരിക്കുന്നത്, മുഴുവൻ പേജ് ആടുണ്ട്. ഉള്ളിലേക്ക് പോയാൽ ഈ ആശുപത്രി വാർത്ത സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ വാർത്തയാണ് മാതൃഭൂമിയുടെയോ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ കരട് തൊഴിൽ ചട്ടം സംബന്ധിച്ചിട്ടാണ് അവർ രണ്ടാമത്തെ പ്രാധാന്യത്തിൽ വാർത്ത നൽകിയിരിക്കുന്നത്. ചർച്ച നടത്തിയെന്ന് മന്ത്രി, ഇല്ലെന്ന് സംഘടനകൾ. ഇന്നലെ മനോരമയായിരുന്നു ആ വാർത്ത ബ്രേക്ക് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ, പത്രത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഏതായാലും ആ വാർത്തയുടെ ഫോളോ അപ്പ് ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. തൊഴിൽ കോഡുകളുടെ കരട് ചട്ടം വിജ്ഞാപനം ചെയ്തതിൽ ഒരു രഹസ്യ നീക്കവും നടന്നിട്ടില്ലെന്നും തൊഴിലാളി സംഘടനാ നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിരുന്നെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. എന്നാൽ കരട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പ്രതികരിച്ചത്. അത് CPIM-ൻ്റെ തൊഴിലാളി യൂണിയനായിട്ടുള്ള CITU അടക്കം നേതാക്കൾ അങ്ങനെ പ്രതികരിച്ചതായിട്ടാണ് പത്രത്തിൽ വാർത്ത. കരട് വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി. നിളമരം കരീം CITU നേതാവ് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥരാണ് ഈ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്, കേന്ദ്ര ഉദ്യോഗസ്ഥർ നിർദ്ദേശമനുസരിച്ചെന്നായിരുന്നു മന്ത്രിയുടെ ഇന്നലത്തെ വിശദീകരണം. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ തൊഴിൽ മന്ത്രിക്ക് ശേഷിയുണ്ട് എന്ന തരത്തിലായിരുന്നു CPI ഈ വിഷയത്തോട് പ്രതികരിച്ചത്. ഏതായാലും ഈ വിഷയം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് വികസിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ശബരിമല വാർത്തകളിലേക്ക് വന്നാൽ, ശബരിമല അന്വേഷണം അടുത്ത നടപടി എന്തെന്ന് LDF-ൽ ആശങ്ക എന്നൊരു വാർത്ത മനോരമയുടെ ഉൾപേജിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കത്തിൽ ആശങ്കയോടെ ഇടതുമുന്നണി. ഇതുവരെ ശബരിമല വിഷയം ബാധിക്കാത്ത വിധത്തിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ ഇടതുപക്ഷത്തിൻ്റെ. എന്നാൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കോ മറ്റോ അന്വേഷണം നീങ്ങിയാൽ രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തൽ CPIM നേതൃത്വത്തിനുണ്ട്. വിശ്വാസികളെ സ്വാധീനിക്കുന്ന കേസായ ായതിനാൽ കുറ്റാരോപിതനായ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നതായിരുന്നു നല്ലതെന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കിടയിലുണ്ട്. ഏതായാലും പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് വരെ SIT കസ്റ്റഡിയിൽ പത്മകുമാർ തുടരും. ഇതിനിടെ തന്ത്രിമാർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയെന്നതടക്കമുള്ള വിശദാംശങ്ങൾ വരുന്നുണ്ട്. അല്പം മുമ്പ് നമ്മുടെ റിപ്പോർട്ടർ അഞ്ജു അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയല്ലോ. ഈ ചോദ്യം ചെയ്യലിൻ്റെ തുടർ വാർത്തകളും നമ്മുടെ അടുത്ത ബുള്ളറ്റിനിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മാതൃഭൂമിയുടെ 7-ാം പേജിലേക്ക് വരികയാണെങ്കിൽ മെലിഞ്ഞുണങ്ങി രൂപ എന്നൊരു വാർത്തയുണ്ട് ബിസിനസ് പേജിൽ. അതായത് വാണിജ്യം പേജിൽ ഇങ്ങനെയാണ്: മൂല്യത്തകർച്ചയിൽ ഈ വർഷം ഏഷ്യയിലെ ഏറ്റവും മോശം കറൻസിയായി ഇന്ത്യൻ രൂപ മാറിയിരിക്കുന്നു. 2025 ജനുവരി ഒക്ടോബർ കാലയളവിൽ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ 4.3% ഇടിവാണ് നേരിട്ടത്. അമേരിക്ക ഇന്ത്യ വ്യാപാര കരാർ ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90 കടന്നേക്കുമെന്നാണ് വിദേശ വിനിമയ വിപണിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് ഒരു രൂപയ്ക്ക് അതായത് ഒരു ഡോളറിന് 90 രൂപ വരെ നൽകേണ്ട ഘട്ടത്തിലേക്ക് ഒരു പക്ഷേ മാറിയേക്കാം എന്ന് പറയുന്നു. കാര്യങ്ങൾ മാറിയേക്കാം, രൂപയുടെ മൂല്യം ഇടിഞ്ഞിറങ്ങിയേക്കാം എന്നാണ് പറയുന്നത്. ദേശാഭിമാനിയുടെ ഒന്നാമത്തെ വാർത്ത ഈ ലേബർ കോഡിനെ സംബന്ധിച്ച് തന്നെയാണ്. ലേബർ കോഡിനെതിരെ അണിനിരന്ന തൊഴിലാളികളും കർഷകരും ഇന്നലെ BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിൻ്റെ 4 തൊഴിൽ കോഡുകൾക്കെതിരെ ഉള്ള പ്രതിഷേധത്തിലായിരുന്നു. ആളിക്കത്തി രോഷം. മോദി സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. രാജ്യമെമ്പാടും ലേബർ കോഡിൻ്റെ കോപ്പികൾ കത്തിച്ചു. സമരക്കൊടി ഉയർത്തി കേരളവും എന്ന് തുടങ്ങി ഒന്നാമത്തെ വാർത്ത വിശദമായി ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്ത സ്വാഭാവികമായിട്ടും അതിൽ വലിയ പ്രാധാന്യത്തിലുണ്ട്. രാഹുലിന് ചിലരുടെ സംരക്ഷണം എന്നാണ് തലക്കെട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടരുന്നതിനെതിരെ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങിയ ഒരു വിഭാഗം നേതാക്കൾ പാലക്കാട് വീട് കയറുന്നത് തുടർന്നാൽ തിരിച്ചടി നേരിടുമെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു. KC വേണുഗോപാലും ഷാഫി പറമ്പിലും നൽകുന്ന സംരക്ഷണം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യമെന്ന് പറയുന്നു. മാങ്കൂട്ടത്തിനെ തടയാനാകില്ലെന്ന് KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം ഉച്ചകഴിഞ്ഞ് ആ നിലപാടിൽ ചെറിയ മാറ്റം വരുത്തിയതും ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. മറ്റൊരു കൗതുക വാർത്ത അതിൻ്റെ താഴെയുണ്ട്: പ്രേതബാധയും ആത്മഹത്യയും. മാരാർജി ഭവനിൽ ശത്രു സംഹാര ഹോമം എന്നാണ് ആ വാർത്ത.
അതായത് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇന്ന് കഴിഞ്ഞ ദിവസം വലിയ ഹോമം നടന്നു. ഹോമം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് ദേശാഭിമാനി വാർത്ത പറയുന്നു. ഇന്നലെ നമ്മൾക്കും ഈ വാർത്ത ഉണ്ടായിരുന്നു. അനൂവിയസ് ആയിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത്. നേതാക്കളുടെ ആത്മഹത്യ ശത്രുദോഷം കൊണ്ടതാണെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. പ്രേതബാധ അകറ്റാനും ശത്രുദോഷം തീർക്കാനും BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരം മാരാർജി ഭവനിൽ പൂജയും ഹോമവും നടന്നു എന്ന് തുടങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ വിശദമായിട്ടുണ്ട്. ഇത് ചോദിച്ചപ്പോൾ നിഷേധിക്കാതെ ചന്ദ്രശേഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിൽ വിജയിക്കാനും ശത്രുദോഷത്തിനും BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഹോമം നടന്നിരുന്ന വിവരം നിഷേധിക്കാതെ ചന്ദ്രശേഖർ കോഴിക്കോട് പ്രസ് ക്ലബ്ബിലെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഇക്കാര്യം ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. വീക്ഷണം കോൺഗ്രസ് പത്രത്തിലേക്ക് വന്നാൽ പത്രിക തള്ളിയത് നിയമവിരുദ്ധം. അതായത് ഒരു UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതാണ് അവർ ഒന്നാമത്തെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ കൽപ്പറ്റ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത്. പക്ഷേ പ്രാധാന്യത്തോടെ നൽകിയ മറ്റൊരു വാർത്ത എല്ലാ പത്രങ്ങളിലും ഇതുണ്ട്. സ്വാഭാവികമായും വീക്ഷണത്തിൽ ഒന്നാമത്തെ വാർത്തയായിട്ട് വരും. CPIM ക്രിമിനലുകളെ കൈയൊഴിഞ്ഞു കോടതി. വീക്ഷണമായതുകൊണ്ട് തന്നെ ഭാഷാപ്രയോഗം അങ്ങനെ തന്നെയാണ്. പോലീസുകാർക്കെതിരെ നേരെ വധശ്രമം നടത്തിയ കേസ്. പക്ഷേ പ്രാധാന്യമുള്ള വാർത്തയാണ്. പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിന് ഇന്നലെയേറ്റ തിരിച്ചടി വളരെ വലിയ പ്രാധാന്യത്തിൽ 4 കോളം വാർത്തയായിട്ടാണ് വീക്ഷണം കൊടുത്തിരിക്കുന്നത്. CPIMകാരായ 13 പ്രതികളും വിചാരണ നേരിടണമെന്ന് കോടതി. പിൻവലിക്കുന്നതിന് പിന്നിൽ എന്ത് പൊതു താല്പര്യം എന്നാണ് ചോദ്യം. പോലീസുകാരെ വധിക്കാൻ ശ്രമിക്കുകയും വാഹനം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് ഈ പിൻവാങ്ങാനുള്ള ശ്രമം ഉണ്ടായതും അത് തടഞ്ഞതും. അത് ഈ ഭരണഘടനാ ദിനത്തിൽ തന്നെയാണ് ഈ വിധി വന്നതെന്നുള്ള മറ്റു പത്രങ്ങളും ഈ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് കണ്ടു. കേരള കൗമുദിയിലേക്ക് വന്നാൽ ഇപ്പോൾ ചിത്രം തെളിഞ്ഞു എന്നാണല്ലോ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. എത്ര പേരാണ് ഇപ്പോൾ മത്സരിക്കുന്നത് എന്നതൊക്കെ സംബന്ധിച്ച് പരിപൂർണമായ ചിത്രം തെളിഞ്ഞ ഏതായാലും ഇന്നലെയാണ്. സ്ഥാനാർത്ഥികൾ 75,632. ചിഹ്നത്തിന് ഏറ്റവും കൂടുതൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് BJP ആണ്. അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി കഴിഞ്ഞതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മാറ്റിവെക്കുന്നത് 75,632 പേർ. 56 പാർട്ടികളുണ്ട് കേട്ടോ കേരളത്തിൽ മത്സരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മുഖ്യധാരാ പാർട്ടികൾ മാത്രമല്ല, ഏതൊക്കെയാണ് ആ പാർട്ടികളെന്ന് അടക്കം 2020 BSP മറ്റ് ചെറുകിട പാർട്ടികളൊക്കെ അടക്കമുള്ള പാർട്ടികളുടെ പട്ടിക 19,262 പേരാണ് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ 17,497 പേര്. CPIMൻ്റെ അരിവാൾ ചുറ്റിയ ചിഹ്നത്തിൽ 14,802 പേര്. CPI ചിഹ്നത്തിൽ 2,958 അരിവാളും നെൽക്കതിരും. മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ 3,639 പേർ മത്സരിക്കുന്നു എന്നതടക്കം ഉള്ള വാർത്ത കേരള കൗമുദി തരുന്നു. ഹിന്ദുവിലേക്ക് വന്നാൽ ഹിന്ദുവിൻ്റെ 4-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. ഹൈക്കോർട്ട് ഓർഡർ മേ റിഫ്ലക്റ്റ് ഓൺ പോൾസ് ഇൻ മുനമ്പം. മുനമ്പത്തെ ജനങ്ങൾക്ക് നികുതി അടയ്ക്കാം എന്നുള്ള കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ്. എങ്ങനെയായിരിക്കും അത് ബാധിക്കുക എന്നുള്ളത് സുധീര റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട്. ഇൻസിഡൻ്റലി ദ പ്രൊട്ടസ്റ്റ് ഹാസ് ഏർലിയർ ലെഫ്റ്റ് ആൻ ഇമ്പാക്ട് ഓൺ ദ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കോസ്റ്റൽ ഡിവിഷൻ ആസ് സം സെക്ഷൻസ് ഓഫ് വോട്ടേഴ്സ്. അതായത് താഴേക്ക് വരുമ്പോൾ നേരത്തെ കോൺഗ്രസ് ആയിരുന്ന പലരും ഇപ്പോൾ BJP ആയിട്ട് മാറിയിട്ടുണ്ട്. 3 മുന്നണികളും തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ മുനമ്പത്ത് അനുകൂലമായ വിധി വരുന്നതെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഒരുപക്ഷെ ഗുണമുണ്ടായേക്കാം. അതേസമയം തന്നെ CPIM തങ്ങളുടെ വോട്ട് ബാങ്കിൽ യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് പ്രാദേശിക നേതാവ് പറയുന്ന കോട്ടടക്കം ആണ് ആ വാർത്ത വന്നിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ 2-ാമത്തെ പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. അതായത് ഈ 2 വാർത്തകളോടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അന്ന് മുന്നണികളെ ഞെട്ടിച്ചു. ഇന്നോ 2020 V4 കൊച്ചി, ചെല്ലാനം 2020, കരമുട്ടിക്കൽ സമരസമിതി തുടങ്ങിയ അപ്പൊളിറ്റിക്കൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മകൾ വലിയ തോതിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ നില എന്താണ്, അവരുടെ രാഷ്ട്രീയ സ്വാധീനം എന്താണ്, അവർ ഏതൊക്കെ വാർഡുകളിൽ മത്സരിക്കുന്നു, സ്വാധീനം കൂടിയോ കുറഞ്ഞോ എന്ന തരത്തിലുള്ള വിശദമായ വാർത്ത നൽകിയിരിക്കുന്നു മാധ്യമം പത്രം. മുസ്ലിം മന്ത്രി ഇല്ലാത്തത് BJPക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്തുകൊണ്ട് BJPക്ക് ഒരു MP പോലുമില്ല, ഞങ്ങൾക്കാരും വോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവരെ നിർത്തുന്നില്ല എന്നൊരു മറ്റൊരു പരാമർശം. വെൽഫെയർ പാർട്ടിയുടെ വോട്ടും പിന്തുണയും ഉണ്ട് എന്ന് VD സതീശൻ പറയുന്ന വാർത്ത മാധ്യമത്തിൽ വരുന്നതിൽ കൗതുകമുണ്ട്. എന്നാൽ വെൽഫെയർ പാർട്ടി UDFൻ്റെ ഘടകകക്ഷിയോ തങ്ങളുമായി സഹകരിക്കുന്ന പാർട്ടിയോ അല്ല എന്നുകൂടി അവർ പറയുന്നു. അവസാനമായി ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യയിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയേറ്റ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. 408 റൺസിൻ്റെ ജയവുമായി പരമ്പര തൂത്തുവാരി ദക്ഷിണാഫ്രിക്ക. എല്ലാ പത്രത്തിലും സ്വാഭാവികമായും ആ വാർത്തയുണ്ട്. പക്ഷേ തലക്കെട്ടാണ് ശ്രദ്ധേയം. ഗുവാഹത്യ എന്ന ഗുവാഹത്തിയിൽ നടന്ന ആ ടെസ്റ്റ് മത്സരത്തിന് ദയനീയ തോൽവിക്ക് ഗുവാഹത്യ എന്ന തലക്കെട്ട് ശ്രദ്ധേയമായി തോന്നുന്നു. ഹർഷൻ.